ബാക്ക് ടു സ്കൂൾ. ഇന്നൊരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. ടൈം ടേബിൾ കാർഡും പെൻ ഹോൾഡറും ഒക്കെ അടക്കമുള്ള ഒരു സെറ്റാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു കാർഡ്ബോർഡ് എടുത്തു, അതിലൊരു A4 ഷീറ്റ് കവർ ചെയ്തെടുത്തു. അതിനുശേഷം എന്താ ഇതുപോലെ ആ 2 പീസുകൾ ചേർത്ത് ഒട്ടിക്കുക കേട്ടോ. അതും കവർ ചെയ്തെടുത്തിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇനി പേപ്പർ സ്ട്രോയിൽ ഇതുപോലെ ബ്രഷ് പെൻ വെച്ചിട്ട് കളർ ചെയ്തെടുക്കാം കേട്ടോ. ഇത് പെൻ ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഈ ടിഷ്യൂ പേപ്പർ കഴിഞ്ഞിട്ടുള്ള റോളില്ലേ, അതാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് ഒരു വൈറ്റ് കളർ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓരോ സ്ട്രോ ആയിട്ട് ഇങ്ങനെ പല വലിപ്പത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അതിന്റെ ബാക്ക് സൈഡ് ഒഴിവാക്കാം, അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി നമ്മുടെ കാർഡ്ബോർഡ് ഒന്ന് ഭംഗിയാക്കാം. അതിലേക്ക് പേന വെച്ച് വരച്ചു. പിന്നെ ഓറഞ്ചും യെല്ലോയും വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. പിന്നെ പേസ്റ്റിൽ യെല്ലോ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി വൈറ്റ് കളറിൽ ചാർട്ട് പേപ്പറിന്റെ ചെറിയൊരു പീസ് എടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിന്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയൊരു പേഴ്സ് പോലെ ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ബോർഡിലേക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിലാണ് കേട്ടോ നമ്മൾ ടൈം ടേബിൾ കാർഡുകൾ വെക്കുന്നത്. പിന്നെ കുറച്ച് വീതിയിൽ ഒരു 5 ചാർട്ട് പേപ്പറിന്റെ പീസുകൾ എടുക്കുക. ഒരേ വലുപ്പത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് ഇതേ പേന വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ എഴുതി കൊടുക്കുക. സ്കൂൾ തുറന്ന് കഴിയുമ്പോൾ ടൈം ടേബിൾ എഴുതി കൊടുക്കാം കേട്ടോ. ഇനി ഈ കാർഡ് നമ്മുടെ പേഴ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടു ഡു ലിസ്റ്റ് ആണ്. അതിനായിട്ട് ഒരു പേപ്പർ 4ആയിട്ട് മടക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ചെറിയൊരു സ്ട്രിപ്പ് എടുത്തിട്ട് അതിൽ പശ തേച്ചിട്ട് ആ ടു ഡു ലിസ്റ്റ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് വേണമെന്നില്ല, ഈ ടു ഡു ലിസ്റ്റ് തന്നെയായിട്ട് മുകളിൽ കുറച്ച് പശ തേച്ചിട്ട് നേരിട്ട് അതിൽ ഒട്ടിക്കാം കേട്ടോ. ഞാനിതെല്ലാം കൂടി വിട്ടു പോകുന്നാലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇനി ആ ടു ഡു ലിസ്റ്റ് നമുക്കത് ഈ ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ടു ഡു ലിസ്റ്റ് എഴുതി കൊടുക്കാം. അതിനുശേഷം നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രഷ് പെൻ വെച്ചിട്ട് ചെറിയ ചെറിയ ഡോട്ടുകളും ഹാർട്ടും ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ പേജ് മാറ്റുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പെൻ ഹോൾഡർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതിന് അടിയിൽ നമ്മളൊന്നും ഒട്ടിച്ചിട്ടില്ല. ഈ ഒരു ബോർഡില്ലേ, അതാണ് അടിയിൽ ഇരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ബോർഡ് ആ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടില്ലേ, അതിന്റെ ഇടയിലേക്ക് പശ തേച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്കറുകൾ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ എവിടെയൊക്കെ തോന്നുന്ന അവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ചറപ്പറാന്ന് ഒട്ടിച്ചു കൊടുത്തോളൂ. ഇനി ആ പെൻ ഹോൾഡറിൽ ഒരു ബട്ടർഫ്ലൈ കൂടി ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ടേബിൾ വിത്ത് പെൻ ഹോൾഡർ ഇവിടെ റെഡിയായി. അതുപോലെ നമ്മുടെ ടൈം ടേബിൾ ഡെയിലി നമുക്ക് ഇതിന്റെ പുറകിലേക്ക് എടുത്തു വെച്ച് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കുകൾ ഇങ്ങോട്ട് പോരട്ടെ. കൂടെ സബ്സ്ക്രൈബുകളും വേഗം പോരട്ടെ കേട്ടോ. അതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇത് അയച്ചു കൊടുക്കണേ. അപ്പൊ ഇനി സ്കൂൾ തുറക്കാൻ 2 ആഴ്ചയും കൂടി ഉണ്ട്. അപ്പൊ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഈ വർഷം നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ വെച്ചോളൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.